ഡേ ഇൻ മൈ ലൈഫ്. വണ്ടി ഞങ്ങൾ ഇന്ന് വണ്ടി ശരിയാക്കി കൂലിയും കണ്ടിട്ട് വ്ളോഗ് എടുക്കാൻ ഇരുന്നതാണ്. പക്ഷെ വ്ളോഗ് എടുക്കാൻ വണ്ടി നിർത്തിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അങ്ങോട്ട് ഇങ്ങനത്തെ യോബി നോക്കിയിരിക്കുക. നമ്മളെന്ത് കേടായാലും ആദ്യം മൊത്തം ഓഫാക്കും. ടി വി ആയാലും വണ്ടി ആയാലും. ഞാൻ മറ്റേ സാധനം ചെയ്ത് നോക്കാം. തവളാണോ? ഓണായി അത് കിട്ടി. പൊക്കോ മിഷൻ സക്സസ്. പക്ഷെ മഴ പെയ്യും. അത് കുഴപ്പമില്ല. മഴ ആയതുകൊണ്ട് ക്യാമറ അങ്ങനെ ഒരു വിധത്തിൽ പേട്ടയിലെത്തി. ഇനി വണ്ടിക്ക് കുറച്ച് പിന്നെയല്ലേ പോസ്റ്റ് എത്തുള്ളത്. അതിനാ അല്ല ടിക്കറ്റ് കാണിക്കാനാ. എടുത്തോ, ഞങ്ങൾ ടിക്കറ്റ് അടിച്ചു തരാം. അല്ല വേണ്ട, അവിടെ ടിക്കറ്റ് അപ്പം വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്. വണ്ടിയുടെ പണിയും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പടം കാണാൻ പോകും. ഇപ്പം കുറച്ച് പാർട്സ് വാങ്ങാൻ പോവാം. ഇതാണ് നമ്മൾ മേടിച്ച സാധനം. പിന്നെ ഗ്രിപ്പ് മേടിച്ചു. വണ്ടി സെറ്റ് ചെയ്യാൻ പോവാം. അച്ഛൻ്റെ കൂടെ വന്നേക്കുന്നു. ഹാൻഡിലേക്ക് അയച്ചു വെച്ചു. ദേവൻസ് ആർ ബിസി കോളിംഗ് ഗേൾ ഫ്രണ്ട്. സൂര്യചേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ, കാണത്തില്ലെന്നറിയാം, എന്നാലും കടലിൽ ഒരു ക്യൂട്ട് സാധനം കണ്ടു. ക്യൂട്ട് സാധനം കാണിച്ചു തരാം. കുഞ്ഞ് ഹെൽമെറ്റ്, നല്ല രസമുണ്ട് അത് കാണാൻ. പുതിയ അപ്ഡേഷൻ +2 BHP. ഇൻഫ്ലുവൻസർ മറ്റേ സാധനം കടയ്ക്ക്. അവൻ എന്താ ഇറങ്ങി വരാത്തെ? അവൻ വരേണ്ടതാണ്. വണ്ടി കൊള്ളാല്ലേ? നിങ്ങളെ വണ്ടി കണ്ടു. എന്തായാലും എൻ്റെ ഒരു സ്റ്റോക്ക് വണ്ടിയും കൂടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് നിന്നുള്ള വ്യത്യാസം. നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചല്ലോ വണ്ടിയിൽ. ഞാൻ നേരത്തെ ഇല്ലേ ഇവിടെ മറ്റേ ഡക്കാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലായിരുന്നു. അതൊന്നും പൊട്ടിച്ചാലും വേണോ? പൊട്ടിക്കാം. നമ്മുടെ കാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കോളൂ, ബൈക്കിൻ്റെ ഒട്ടിക്കുക. നമുക്ക് അപ്പുറം പോകാം. ഇത് തീർന്നിട്ട് മോശമായിട്ടോ. സർജറി എന്താ? പുതിയ ഗ്രിപ്പ് ഗ്രിപ്പില്ലാത്തോണ്ടാ വീഴുന്നേ. പൊട്ടിക്കട്ടെ. കട്ടാനയുടെ ഒക്കെ പിടി പറ്റും. ദിസ് ഈസ് മൈ കട്ടാന ആൻഡ് ദിസ് ഈസ് മൈ പിടി. ഓക്കെ, പൊട്ടത്തരൊക്കെ വിളിച്ച് പറയുന്നില്ല. നല്ല രസം. അത് പറഞ്ഞ മേടിക്കണം. നല്ല രസമുണ്ട്. അതുകൊണ്ട് നോട്ടം കണ്ടിട്ട് ചേർത്തില്ലാന്ന് തോന്നുന്നു. മാറുന്നുണ്ട്.
ചേർത്തില്ല. ഇല്ല, പുള്ളി ആശാനോട് ഡൗട്ട് ലൈക്ക് ടിപ്സ് ചോദിക്കാൻ പോവാ. ഓക്കെ. 600 പോയി. ഇവിടെയാണ് നമ്മുടെ ശ്രീലാൽ. ഓ ടൈമിങ് ഞാൻ കറക്റ്റ് ക്യാമറ തിരിച്ചപ്പോ വന്ന്. ക്യാമറ ഫ്രണ്ടിൽ കൂടെ ഹെൽമെറ്റ് ഇല്ലാണ്ട് വരാൻ പറ്റുമോ? സെക്യൂർ ബൈക്ക് പറ്റും. ബട്ട് ശ്രീലാൽ ക്യാൻ വണ്ടി രജിസ്ട്രേഷനിലാണോ? പെണ്ണിനെ മാറ്റി ഇവിടെ വണ്ടി പണിയുള്ള ഇവിടെ പണിയുന്ന വണ്ടി അവിടെ പണിയാത്ത വണ്ടി. ടൈമിങ് ആയിരുന്നു വരാത്തത്. ക്യാമറ തിരിച്ചപ്പെടുത്തി ഇങ്ങോട്ട് ഇവൻ എന്റെ വണ്ടി സ്റ്റോക്ക് ആയിട്ട് കാണുന്ന ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ മാറ്റി സ്റ്റോക്ക് കണ്ടാന്ന് വെച്ച്. വ്ലോഗാട്ടോ, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യല്ലോ. ഞാൻ കട്ട് ചെയ്താൽ മതി. എഡിറ്റ് ചെയ്യാൻ പടിയുണ്ട് അതേപടി ഇടാന്ന് ഓർത്ത് ഇവനെ കൊണ്ട് ഫുൾ ടൈം പഠിപ്പിക്കുന്നേ. പൊട്ടിയിട്ടില്ല, പൊട്ടാൻ പോകുന്നേ ഉള്ളൂ. ചങ്ക് സാധനം ബാംഗ്ലൂർ ചിന്നപ്പുഴ ഹാൻഡിൽ പറഞ്ഞ മോഡൽ ഇപ്പഴേ എത്തി കുത്തിയാ. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? കാലത്തണ്ടേ എന്തൊക്കെയാണ് അറിയാടാ. ഇപ്പൊ അറിയാടാ. കാണിക്കണോ ഞാൻ ഇത് അറിയത്തില്ല. അത് പറയത്തില്ല ഞാൻ. എനിക്ക് നിന്നെ കൊണ്ട് ഈ വണ്ടി ഓടിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ട, ഇപ്പൊ അല്ല തന്നെ ഇതിന് ആവശ്യമില്ല. വാഗമണിൽ പോയി ഓടിക്കാം, അവിടെ വെച്ച് എന്ത് പറ്റിയാലും സേഫാണ്. ഇവിടെയൊക്കെ വണ്ടി പക്ഷേ ഇങ്ങനെയൊക്കെയാണ്. ഇതിങ്ങനെ അജുവായി. പക്ഷെ അജുവിന് പെണ്ണല്ലേ നോക്കുമ്പോ I am waiting for my loyal girlfriend. If anyone interested, please DM. ഈ 2025 ലോയലായിട്ടുള്ള കിട്ടും. ഇത് മാത്രം പൈസ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. അത് പോയി. എണ്ണക്കാശിന് എത്ര ആയിക്കാണോടാ? കൊറേ ഉണ്ട്. എറണാകുളം വരെ 72 കിലോമീറ്റർ ഉണ്ട്. അല്ല, എനിക്കതിലൊന്നും ഒരു റിഗ്രറ്റും ഇല്ല. ആ സമയത്ത് റിഗ്രറ്റില്ല. കരയട്ടെ. പെട്രോൾ തന്നെ 10,000 രൂപയ്ക്ക് പോയല്ലേ. നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടാൻ പാടില്ലല്ലോ. പുള്ളിയുടെ ദേഹത്തോട് വെള്ളം വീണോ? അയ്യോ. അയ്യോ, ചിരിക്കാൻ പാടില്ല, എന്നാലും ഞാൻ ചിരിക്കും. ഓടി. അവസ്ഥയായി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഞാനോർത്തു ഞാൻ ഏറ്റവും വലിയ അൺലക്കിന്ന്. മനസ്സിലായി. ക്യാമറമാൻ ഇടയ്ക്കിടയ്ക്ക് ഗേൾ ഫ്രണ്ടിനെ വിളിക്കാൻ പോകുന്നതുകൊണ്ട് കുറേ വിഷ്വലൊക്കെ മിസ്സാവുന്നു. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഇതെല്ലാം പൊട്ടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. മൈരൻ പൊട്ടിക്കഴിഞ്ഞിട്ട് ഇത് പൊട്ടുന്ന കാര്യം പറഞ്ഞേ, അത് പൊട്ടുന്ന കാര്യമല്ല. എന്തൊക്കെയാ സംഭവിക്കുന്നത്? അപ്പുറത്തെ സൈഡിൽ സണ്ണാണോ? സണ്ണിന്റെ അടുത്തൊരു ഹൈ പറയൂ. ഹായ് പറയാൻ പറഞ്ഞു. ഞാൻ മറ്റേ നനഞ്ഞ ചേട്ടന്മാര് പോകുന്നു. നിന്റെ അടുത്തൊരു ഹായ് പറയാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഹായ്. വ്ലോഗിൽ ഹായ് എന്നൊക്കെ. ശ്രീലാൽ സജി ഗോയിങ് ഹോം. ഇന്ത്യ ബാക്കി രാറ്റോട്ടക്കാരെന്ത് എപ്പടാ വന്നു? വീട്ടിൽ പോടാ. കട്ട് ചെയ്തില്ലേ കാണാം. പിന്നെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാലും.
ടെസ്റ്റ് ഡ്രൈവ്. വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റാക്കി ഞങ്ങൾ മന്തി കഴിക്കാൻ വന്നു. കാണിക്കുന്നേ ഓ ആർട്ടിസ്റ്റ് തന്നെ. കഴിവേറി ഞങ്ങളുടെ നാട്ടിലുള്ള ചേട്ടറ. ഹലോ ഗൈസ്, ഞങ്ങൾ കൂലി കടലെത്തിയിരിക്കുന്നു. കൂലി വെയിറ്റിംഗ് ഫോർ ബാക്കി പീപ്പിൾസ്. ഈ പാട്ടിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഏത് കോപ്പിറൈറ്റ് ഫേമസ് ഫ്ലോവർ ആയതുകൊണ്ടേ. എനിക്ക് പനി പിടിച്ചു, ബട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്ന സംഭവം അറിയോ, മുമ്പ് എടുത്ത വ്ളോഗിന്റെ ബാക്കി എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇവനെ വിളിക്കാൻ വന്നപ്പോഴാണ് ബാക്കി എടുക്കാൻ ഓർത്തത്. ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ഉണ്ട്. ഇനി ഞാൻ കിച്ചനെ കൊണ്ട് റെഡി ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് കടയിൽ പോവും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ദേവനെ കൊണ്ട് വീട്ടിൽ വിട്ടു. ഞങ്ങൾ തിരിച്ചു വന്നു, പെട്രോൾ അടിച്ചു. ഇതൊന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി, ലൈക്ക് എല്ലാം എടുക്കാൻ മറന്നുപോയി. അതെ, അല്ല ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങൾ ക്ലാരിറ്റി ഇല്ലല്ലോ, പെട്ടെന്നല്ലോ. തിരിച്ച് ഞങ്ങൾ ഇനി കിച്ചുവിനെ റെഡി ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ പോവും. എന്തുവാ കടയിൽ പോവും. അപ്പൊ അത്ര ഉള്ളത് കട്ട് ചെയ്യാം, എന്നിട്ട് അടുത്ത് നമുക്ക് റെഡി ആയിട്ട്. അപ്പൊ ഗൈസ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഫുഡ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. ബൈ. ഹലോ ഗൈസ്, ഞങ്ങൾ കിച്ചുവിനെ റെഡിയാക്കി. ഫുൾ എടുക്കണ്ടായി. വ്ളോഗിങ് പഠിപ്പിക്കും. നീ പഠിപ്പിച്ചില്ല, എനിക്ക് ചെയ്യാറിയാം അല്ല ഗൈസ്. ഞാൻ പേടിക്കലടാ. എന്തെങ്കിലും കാണുന്നോട്ടെ നിങ്ങൾക്ക്. ഉച്ച കിട്ട് പട്ടിയുടെ നേരത്തോട് വണ്ടി വന്നു. ഇവിടെ സ്കൂളിൽ കയറുന്നേ അല്ലേ? നിങ്ങള് ചില വീഡിയോകൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഇവിടെ എല്ലാത്തിനും ഒരു പറയാതെ ലൈക്ക് എന്തോടാ അവിടെ ഒരു വെള്ളം കൊണ്ടില്ലേ? റോഡ് പേടിയാണ്. ഒരു ബസ്സിൽ കൂലി എന്റെ കണ്ണ് പൊട്ടിത്തെറിക്കുന്നു. അതെ അതെ, തിരിക്കാനും പറ്റില്ല, വളയ്ക്കാനും പറ്റില്ല. പതിയെ പോടാ, വെറുതെ അല്ല നിനക്ക് കാല് കൈ ഒടിയത്. നമ്മുടെ കടയിലേക്കാണ്. നമ്മൾ ഇനി കടയിൽ പോയി രാത്രി അമ്മേനെ കൂട്ടിയാണ് വീട്ടിലോട്ട് തിരിച്ചു വരാൻ. അതിപ്പോ എന്തിനാ പറഞ്ഞത് എനിക്കറിയില്ല. ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ, അതൊക്കെ പറയണല്ലോ. കിച്ചുവിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല ദിവസമായിരുന്നു ഗൈസ്. രാവിലെ പനി, ഉച്ചക്ക് സുഖം. അല്ലടാ, യുവമാര് എനിക്ക് അവിടെ പനി പിടിച്ചിരിക്കുമ്പോ യുവമാര് അവിടെ സിനിമക്കും പോയി കുഴിമന്തിയും കഴിച്ച് പറഞ്ഞ കഴിഞ്ഞ വിട്ടു. വിശ്വസിക്കാൻ ലോകേഷൊക്കെ ഇന്റർവ്യൂ കൂടെ ഇത് പറഞ്ഞതാ. എന്റെ തലവർക്ക് വേണ്ടി ഞാൻ പണി വെച്ചിരിക്കുന്ന സിനിമ. കോമഡിയാണോ? ഇതാണ് വരിക്കടവ്. ഇവിടെ എന്റെ നിന്റെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നമ്മുടെയാണ്. ഗുണ്ടകളല്ല, അനാഥരാണ്. ഇതിങ്ങനെ നാട് നട നല്ല സ്വന്തമേ. ഇത് കേട്ടോ,
അതെ 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 ഗൈസ്, നമ്മളിപ്പോൾ വാഗമണിലോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ കടയിലോട്ട്. നമ്മൾ ചെക്ക് പോസ്റ്റ് ആണ് ഗൈസ് എത്തിയിരിക്കുന്നത്. അതെ, എന്തിനോ ഏതിനോ വേണ്ടി വെച്ചേക്കുന്നത് അല്ലേ? എന്തിനോ വേണ്ടി വെച്ചേക്കുന്നത്. എന്നിട്ട് അതിന്റെ മണ്ടക്കൂടെ എഴുതാൻ പറ്റും പോന്നെ. സ്പീഡ് കുറയ്ക്കാനാ വണ്ടി ചെക്ക് പോസ്റ്റിന്റെ അവിടെ വണ്ടി ചെക്കിങ്ങിന് നിർത്താൻ വേണ്ടി. വെറുതെ ചെക്ക് പോസ്റ്റ് വെച്ചേക്കുന്നല്ലേ? ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ ഹമ്പുള്ളേ. അപ്പൊ ഉള്ളതുകൊണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് വന്നു. നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ വണ്ടി കടന്നുകൊണ്ട് അവിടെ വണ്ടി ഇടാൻ പറ്റിയില്ല. തിരക്കുകൊണ്ട് വണ്ടി തിരിക്കാൻ വേണ്ടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ സ്പേസ് കുറവ്. ഇതുണ്ടോ റോട്ടിൽ വണ്ടി വെച്ചേക്കുന്നത്? നമ്മളെപ്പോലെ നിയമം വലിച്ചോടിക്കണല്ലേ? കുറെ പട്ടികളും ഉണ്ട് വണ്ടി. റിയൽ ഡോഗ്സ് അല്ലേ? വേറെ കുറെ ഡോഗ്സ് ഉണ്ട്, ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല. മറ്റേ വണ്ടിയുടെ ഈ ഓടിക്കുന്ന കടന്റെ രസമാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിലൊക്കെ ഒരു ഫ്രെയിമില്ലേ, ഇതിലൊരു അതിലെ പോയിട്ട് തിരിക്കാനായിട്ട് വരായിരുന്നു. പറ്റിയ നല്ലതായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ തിരിച്ച് താഴെ പോയി തിരിച്ച് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു. കടയുടെ ഫ്രണ്ടിൽ വണ്ടി ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ല പറഞ്ഞ അപ്പുറ സൈഡ് കൂടെ കേട്ടാം. This is our car, guys. Yo. This is Aguilera. This is Kichu. This is Amma. ഞങ്ങൾ വ്ലോഗ് എടുക്കുമായിരുന്നു അമ്മേ. ഇത് വണ്ടി നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വണ്ടി കുറച്ച് വൃത്തിയായി. പിന്നെ മറ്റേ സൈക്കിളിലൊക്കെ ഇരിക്കുന്ന പോലെ കിച്ചു. കിച്ചോ വന്നപ്പോ ഒക്കെ വ്ലോഗ് എടുത്ത് പനിയാലോ വ്ലോഗർക്ക്. അപ്പൊ ഒരു ബൈ പറഞ്ഞേ. അത്രേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ്. ബൈ ബൈ പറഞ്ഞ കിച്ചു. ബൈ.